ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാൾ ഉൾക്കടലിൽ നാളെയോടെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗങ്ങൾ. മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നുള്ള മേഖലയിലാണ് ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളത്. നിലവിൽ ഇവിടെ ചക്രവാതച്ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. രൂപപ്പെട്ട ശേഷം 2 ദിവസത്തിനകം ഈ ന്യൂനമർദ്ദം തെക്കൻ ഒഡീഷ, വടക്കൻ ആന്ധ്രാപ്രദേശ് ലക്ഷ്യമാക്കി നീങ്ങുമെന്ന് മെറ്റ് വെതർ അറിയിച്ചു. കേരളത്തിൽ ഉൾപ്പെടെ മഴ ലഭിക്കാൻ ഈ ന്യൂനമർദ്ദം കാരണമായേക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗങ്ങളുടെ വിലയിരുത്തൽ. കേരളത്തിൽ ഇന്നുമുതൽ സാധാരണ തോതിൽ മഴ ലഭിച്ചു തുടങ്ങും. നിലവിൽ പലയിടത്തായി മഴ ലഭിക്കുന്നുണ്ട്. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ ലഭിക്കുമെന്ന് മെറ്റ് വെതർ പറയുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ തെക്കൻ കേരളത്തിലും മഴയുണ്ടാകും. എന്നാൽ തുടർച്ചയായി അതിശക്തമായ മഴ പ്രതീക്ഷിക്കുന്നില്ല. തീവ്രമഴയ്ക്കുള്ള സാധ്യതയും കുറവാണ്. വടക്കൻ ജില്ലകളിലെ കിഴക്കൻ പ്രദേശങ്ങളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മലയോര മേഖലകളിൽ ഇത്തരം മഴ ലഭിക്കാനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുണ്ടെന്നും മെറ്റ് വെതർ അറിയിക്കുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്ന ജില്ലകളിൽ ചിലതിലെ അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം പിൻവലിച്ചു. നിലവിൽ നാളെ ഒരു ജില്ലയിലും ഓറഞ്ച് അലർട്ടില്ല. മറ്റന്നാൾ 4 ജില്ലയിലുള്ളത് 2 ജില്ലയിലാക്കി ചുരുക്കി. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.